ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ദിവസം തന്നെ എന്തുമാത്രം ട്രോളുകൾ വാങ്ങിച്ചു കൂട്ടിയ ഒരു പദ്ധതിയാണിതെന്ന് നിങ്ങൾക്ക് അറിയാമോ? എന്റെ ഇൻബോക്സിൽ ഞാൻ പ്രതീക്ഷിച്ച ഒരു ചോദ്യം, ചേച്ചി നാളെ തൊട്ട് ഫ്രീ ആയിട്ട് പോകാനല്ല. പക്ഷെ ആരും എന്നോട് അങ്ങനെ ചോദിച്ചില്ല. ഇനിയിപ്പോ അഥവാ ചോദിക്കുകയാണെങ്കിലും എന്റെ ആൻസർ ഏത് കുത്തിത്തിരിപ്പും തെണ്ടിയാണ് അങ്ങനെ ചോദിച്ചത്. പുള്ളിക്കാരി ആയതുകൊണ്ട് അതങ്ങ് സ്മൂത്ത് ആക്കി വിട്ടുകൊടുത്തു. പിന്നെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാല് എല്ലാവർക്കും ഡൗട്ട് ഉണ്ട്, ഇതുകൊണ്ട് ആർക്കാണ് ഉപയോഗം. അതിനുള്ള രണ്ട് ക്ലിയർ ആയിട്ടുള്ള ആൻസേഴ്സ് എനിക്ക് കിട്ടി. ആദ്യത്തെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്യാവശ്യമായിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാരോട് വണ്ടിക്കൂലിക്കോ ഒന്നും നമുക്ക് കൈ നീട്ടേണ്ട ആവശ്യമില്ല. വണ്ടിക്കൂലി നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് പോകാം. വളരെ വളരെ കറക്റ്റ് ആണ്. ഒരു സാധാരണ ലേഡി അൺഎംപ്ലോയിഡ് ആണെങ്കിൽ അവർക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണമെങ്കിൽ, ഭൂരിഭാഗം വീട്ടമ്മമാരും പുറത്തോട്ട് പോകണമെങ്കിൽ ആരുടെയെങ്കിലും കാല് പിടിക്കണം, ഒന്ന് ഒരു 5 രൂപ എടുക്കാനായിട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടോ പോകാനായിട്ട്. വീട്ടമ്മമാർക്ക് അങ്ങനെ അവര് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതല്ലേ, അവർ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുന്നവരല്ലേ. കേരളത്തിലെ എല്ലാ സ്ത്രീകളും എംപ്ലോയിഡ് ആണ്. എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു വിഭാഗം സ്ത്രീകൾ വണ്ടി യൂസ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഒന്നുകിൽ ചെറിയ ചെറിയ ജോലികൾക്ക് പോകുന്നവരായിരിക്കാം, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ എംപ്ലോയിഡ് ആയിട്ടുള്ള വിമൺ ഉണ്ടെങ്കിലും കൂടുതലും യാത്രാ സ്വാതന്ത്ര്യം കിട്ടാതിരിക്കുന്നത് വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണ്. അവരൊന്ന് പുറത്തിറങ്ങട്ടെ, അവർക്കൊന്ന് ട്രാവൽ ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം കിട്ടട്ടെ എന്നുള്ളത് ഒരു വലിയ 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 കാര്യമാണ്. അത് ഒരു മനുഷ്യജീവി എന്നുള്ള രീതിയിൽ ആരോടും ചോദിക്കാതെ, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, നമ്മൾ ജോലിക്ക് പോകുന്നില്ല, നമ്മുടെ കയ്യിൽ 5 പൈസ എടുക്കാനില്ലെങ്കിൽ എനിക്ക് അല്ലാതെ തന്നെ ഒന്ന് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ടല്ലോ. അതൊരു വല്ലാത്ത സന്തോഷമാണ്. ആ ഒരു സിറ്റുവേഷനിലുള്ള ഒരു സ്ത്രീക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മെൻസ് അസോസിയേഷൻ അവര് ഭയങ്കരമായ പ്രതിഷേധമാണ്. ഈ ഇത്രയും പൈസ ബാക്കി വരുന്നു എന്ന് പറഞ്ഞ് ഇവര് യാത്ര ചെയ്യുമ്പോൾ ഇവരുടെ കയ്യിലാണെങ്കിൽ ആ പൈസ വീട്ടിലെത്തും. മറ്റേതാ ഈ ബാക്കി വരുന്ന പകുതി കുറച്ച് പേര് കൊടുക്കും വീട്ടിൽ, ബാക്കി എവിടെ പോവും? ഞാൻ പറയില്ല, ഗവൺമെന്റിന് കിട്ടും പൈസ. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതാണ്, എന്റെ വീട്ടിൽ പണ്ട് ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരു ആന്റി ഉണ്ടായിരുന്നു. പുള്ളിയുടെ മോന് ഓട്ടിസം ഉണ്ട്. പുള്ളിക്കാരിയുടെ ഭർത്താവ് ഫുൾ ടൈം തണ്ണിയാണ്. പുള്ളിക്കാരി മറ്റ് വീടുകളിൽ പോയി ഹെൽപ്പ് ചെയ്താണ് ജീവിക്കുന്നത്. ഒരു 4-5 വീടുകളിൽ പോവും ഡെയിലി. എന്നാലും എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് മോന്റെ ചികിത്സയുടെയും അവരുടെ കഞ്ഞി കുടിക്കാനുള്ള വകയും ഉണ്ടാക്കും. പുള്ളിക്കാരുടെ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിന്റെ കുറച്ച് ദിവസങ്ങളിൽ പുള്ളി ഭയങ്കര സ്നേഹമായിരിക്കും. ആ സമയത്ത് പുള്ളി വർക്ക് ചെയ്യാൻ പോകും, ജോലിക്ക് പോകും. പക്ഷെ ജോലിക്ക് ഒരു 2 ദിവസം അടുപ്പിച്ച് പോയി കഴിഞ്ഞാൽ 3ന്റെ അന്ന് പുള്ളി ബാറിലായിരിക്കും. അവസാനം പുള്ളിക്കാരുടെ ഹസ്ബൻഡ് തണ്ണി അടിച്ചടിച്ച് വയ്യാതായി. അതിനുള്ള ട്രീറ്റ്മെന്റിനുള്ളതും മോന്റെ ട്രീറ്റ്മെന്റിനുള്ളതും എല്ലാ പൈസയും ഈ ആന്റി ഒറ്റയ്ക്കാണ് ഉണ്ടാക്കുന്നത്. ഈ 5 വീട്ടിലെ ആന്റി പോയി ഉണ്ടാക്കുന്ന പൈസയുടെ വലിയൊരു ശതമാനം ബസ് ഫെയറിനൊക്കെയാണ് പോകുന്നത്. പക്ഷെ ഈ ലേഡിക്ക്, ഈ ആന്റിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ മോന്റെ ചികിത്സയും ഹസ്ബൻഡിന്റെ ട്രീറ്റ്മെന്റും നടക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഇങ്ങനത്തെ ഒരുപാട് കേസസ് ഉണ്ട് കേട്ടോ. അതായത് ആണുങ്ങളും ഒരുപാട് സഫർ ചെയ്യുന്ന ഒരുപാട് കേസസ് ഉണ്ട്. പക്ഷെ ഇങ്ങനെ ചില ഗ്രൗണ്ട് റിയാലിറ്റീസ് ഉണ്ട്. എന്തുവാടേ നിങ്ങൾ ആഘോഷിക്കണ്ട, ലഡ്ഡു കൊടുത്താൽ പോരായിരുന്നു. തിളച്ച പായസം എന്തിനാണ് ഈ നട്ടുച്ചയ്ക്കുള്ള ബസ്സിനകത്തോട്ട് കൊണ്ട് കൊടുത്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. എന്റെ കമന്റ് സെക്ഷൻ വായിക്കണം. ഇവരൊക്കെ രാവിലെ ബൈക്കിലിരുന്ന് പോകുമ്പോഴത്തേക്ക് 2 കലം തിളച്ച പായസം എടുത്ത് ഒഴിക്കുമ്പോൾ നല്ല രസമായിരിക്കും. എമ്പതി എന്ന് പറയുന്ന ഒരു സാധനം ഡെവലപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യണം. അവരൊന്നും ചെയ്തില്ലല്ലോ, അവർ ബസ്സിരുന്ന് യാത്ര ചെയ്യല്ലായിരുന്നു. പാലഭിഷേകമൊന്നും. എന്റെ പൊന്നാളി, എന്നാ ശരി, ടാറ്റാ.